എങ്ങനെ ഒരു വീണ്ടും മന്ത്രിയാണ് മൂന്നാമതും എങ്ങനെയാണ്? തീർച്ചയായിട്ടും വീണ്ടും മന്ത്രിയാക്കാൻ LDF തീരുമാനിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്ത്, മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴച്ച് ദയവേദി ഉപദ്രവിക്കരുത്. കാരണം ഞാനൊന്നിനുള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. ഗതാഗത വകുപ്പ് തന്നെയായിരിക്കുമോ? അറിയില്ല, അദ്ദേഹം അത് പറഞ്ഞില്ല. ഗതാഗത വകുപ്പ് ആണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞില്ല. അത് പറയുകയാണെങ്കിൽ ഗതാഗത വകുപ്പാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ എങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. അദ്ദേഹം വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളത് പറയാം. പിന്നെ പഠിക്കേണ്ടതുണ്ട്, ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഒരു മോശം സ്ഥിതിയിലാണ്. പിന്നെ തൊഴിലാളികളുടെ ഒരു സഹകരണം ആവശ്യമുണ്ട്. നന്നാക്കിയെടുക്കാൻ കഴിയുന്നൊരു പ്രതീക്ഷയുണ്ടോ? അതാണെങ്കിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പക്ക നന്നാക്കി ലാഭത്തിലാക്കാൻ ഒന്നുമുള്ള മണ്ടത്തരം പറയത്തില്ല. അതിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ നിലയിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറേയെങ്കിലും മാറ്റാൻ പറ്റും. കാരണം പൂർണ്ണമായി എങ്ങനെ മാറ്റുന്നറിയാം. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തൊക്കെയാണ് സ്ഥിതി, എന്തൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ചോർച്ച കുറയ്ക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള ഏതൊരു വിധത്തിലുള്ള ചിലവുകളെയും മാക്സിമം കട്ട് ചെയ്താൽ നമുക്ക് നഷ്ടം കുറയ്ക്കാം. ലാഭത്തിലാകത്തൊന്നുമില്ല, എന്നാൽ ഒരുപാട് ലൈബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് മുഖ്യമന്ത്രി വകുപ്പ് തീരുമാനിച്ചതിന് ശേഷം ഞാൻ എൻ്റെ വകുപ്പ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ശേഷം ഞാനത് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് എല്ലാവരോടും ഞാൻ പറയാം. സുതാര്യമായ ഒരു രീതിയിലായിരിക്കും. തൊഴിലാളികളുമായി നല്ല സ്നേഹബന്ധത്തിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവരെ മാക്സിമം സഹായിക്കണം എന്ന് തന്നെയാണ്. ശമ്പളം സമയത്ത് കൊടുക്കത്തക്ക രീതിയിലേക്കൊരു മാറ്റം അത് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എല്ലാവരും അനുഗ്രഹിച്ചാൽ, എല്ലാവരും സഹായിച്ചാൽ, മുഖ്യമന്ത്രിയുടെ ശക്തമായൊരു പിന്തുണയും LDFൻ്റെ പിന്തുണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസാധ്യമായി ഒന്നുമില്ല. പിന്നെ ഇനി പറയാൻ പറ്റില്ല. ഇനി മൗനം അല്ല, അഭിപ്രായം പറഞ്ഞൊന്നും മാറ്റില്ല. ഞാനത് പരമാവധി ശ്രമിക്കുന്നു പറഞ്ഞു. തൊഴിലാളികൾ ഇതിലൊരു ശക്തിയാണ്. അതുപോലെ ജനങ്ങൾ, പൊതുഗതാഗത സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു അഭിമാനകരമായ നേട്ടമായി മാറ്റാനുള്ള ചില പദ്ധതികളുണ്ട്. അതിനെല്ലാവരുടെയും ജനങ്ങളുടെയും ഒക്കെ സഹകരണം കിട്ടിയാൽ അത് ചെയ്യാൻ പറ്റും. മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഗതാഗത വകുപ്പ് ആണെന്ന് പറഞ്ഞതിന് ശേഷം, മന്ത്രി ചുമതല ഏറ്റതിന് ശേഷം ഞാൻ പറയാം, മനസ്സിൽ നല്ല പ്ലാനുകളുണ്ട്. പുതിയ ആധുനിക യുഗത്തിന് പറ്റിയ പ്ലാനുകളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മുമ്പും അങ്ങനെയാണ്. ഞാൻ 2001 UDFൻ്റെ മന്ത്രിയായിരിക്കുന്ന കാലത്തും അന്നത്തെ CATUവിനെയും INTUCയെയും ATUC എല്ലാം വളരെ നല്ല സ്നേഹത്തോടെയാണ് എന്നോട് സഹകരിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികൾ എന്നോട് സഹകരിക്കും. കാരണം ഞാൻ അവരുമായിട്ടൊരു ഫൈറ്റില്ല. ഞാൻ അവരുമായിട്ട് സ്നേഹത്തിലാണ് പോകുന്നത്. അന്ന് തൊഴിലാളി നേതാക്കൾ പോലും ആവശ്യപ്പെടാത്ത തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്ത ആളാണ് ഞാൻ തൊഴിലാളിയുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. മുമ്പ് മന്ത്രിയായിരുന്നപ്പോൾ സിനിമ അഭിനയിക്കുമായിരുന്നു. ഇനി അതൊക്കെ മുഖ്യമന്ത്രി അനുവദിച്ചാലേ പറ്റുള്ളൂ. മുമ്പ് അഭിനയിച്ചിരുന്നു. ഇപ്പം ഞാൻ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച് നേരെ ഒരു വലിയ ഹിറ്റായതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം. നേരിൻ്റെ വിജയം എന്ന് പറയില്ലേ, അത് ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നതും നേരിൻ്റെ വിജയമായി തന്നെ കാണാം.